Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. ഈ വീഡിയോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രൂഷ്യലാണ്. കാരണം നാളെയാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എക്സാം. സോ നിങ്ങൾക്ക് പല ആൾക്കാർക്കുള്ളൊരു സംശയം ഏത് ചാപ്റ്ററിൽ ഏത് രീതിയിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. വെറുതെ ചാപ്റ്റർ മാത്രം പഠിച്ചു പോയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായി ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നത് എന്നും ഈ വീഡിയോയിൽ മനസ്സിലാവും. കുറച്ച് ലെങ്തി ആവാൻ സാധ്യതയുണ്ട്, പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിച്ചു തരും, ഒരുപാട് ക്ലാരിറ്റി നിങ്ങൾക്ക് തരും. വലിയ സമയം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൻ്റെ കോണ്ടന്റിന് വേണ്ടി ഞാൻ ഒരുപാട് നേരം ഇരുന്ന് റിസർച്ച് ചെയ്ത് വെട്ടിയൊട്ടിച്ച് എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഷെയർ ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് മുതൽ 13ാമത്തെ ചാപ്റ്റർ ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് വരെ കഴിഞ്ഞ 4 വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളെയും പരിചയപ്പെടാൻ പോവുകയാണ്. യെസ്, യു ഹേർഡ് മീ റൈറ്റ്. ഇതുവരെ +1 ചരിത്രത്തിൽ ഒരു യൂട്യൂബ് ചാനലും ഇങ്ങനൊരു വീഡിയോ ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം. സോ നിങ്ങളാണ് അങ്ങനെ ഒരു വീഡിയോ കാണുന്ന ആദ്യത്തെ കൂട്ട്. സോ ബി സൂപ്പർ പ്രൗഡ് ഓഫ് ദാറ്റ്. ആൻഡ് ഞാനും ഭയങ്കര പ്രൗഡാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ. സോ ഹിയർ കംസ് ദ ഫസ്റ്റ് ചാപ്റ്റർ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. എന്തൊക്കെയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വന്ന ചോദ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. 2017 സെക്കൻഡ് ടേം എക്സാമിൽ 2017 മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. 2020-ലും 2021-ലും കൊറോണ കാരണം ക്രിസ്മസ് എക്സാം നടന്നിട്ടില്ല. സോ 17, 18, 19, 22, 23 ആക്ച്വലി 4 അല്ല 5 വർഷം. Family is a link to the past and bridge to the future. Express your views on this statement in a paragraph with reference to the story His First Flight. So പറഞ്ഞു വന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വായിച്ചിട്ട് നിങ്ങൾ എന്ത് എഴുതണം? ഫാമിലി എന്ന് പറയുന്നത് ഇസ് എ ലിങ്ക് ടു ദ പാസ്റ്റ് ആൻഡ് ബ്രിഡ്ജ് ടു ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതണം. നോക്കി, അപ്പോൾ നമുക്ക് മനസ്സിലായി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് വായിക്കണം, പക്ഷേ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ആ ചാപ്റ്റർ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി 2018 സെക്കൻഡ് ടേം എക്സാമിന് റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. 10ാം ക്ലാസ് വരെ ഇങ്ങനെ ഒരു ചോദ്യം, അതായത് പാസേജ് കോംപ്രിഹെൻഷൻ റെഗുലർ ആയിട്ട് ചോദിക്കുമായിരുന്നു. എന്നാൽ +1 എത്തുമ്പോൾ മാക്സിമം അത് 2-3 മാർക്ക്, അത് വല്ലപ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഇങ്ങനെ ഒരു പാസേജ് തന്നു, എന്നിട്ട് 3 ചോദ്യം. ദ വേർഡ് ഡാഷ് ഇൻ ദ എക്സെപ്റ്റ് മീൻസ് സ്റ്റോപ്പ്. ഓക്കെ, ഏതാണെന്ന് നിങ്ങൾക്ക് നോക്കാം. വാട്ട് വാസ് ദ മദർ ബേർഡ് ട്രൈങ് ടു ഡു? ഡിഡ് ഷീ achieve in her attempt? Explain your answer in 3 or 4 sentences. So ഇതൊരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, 1 മാർക്കിനല്ല. Suggest a suitable title to the excerpt. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് എടുത്തതാണ്, പക്ഷേ നിങ്ങൾ ഈ പറയുന്ന എക്സെപ്റ്റിന് എന്ത് കൊടുക്കുക? ഒരു സൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കുക. ഇങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 2018 സെക്കൻഡ് ടേം എക്സാമിന് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് ചോദിച്ചത് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് റീഡിംഗ് ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, പ്രിപ്പയർ എ റൈറ്റ് അപ്പ് on the support of parents in overcoming hardships in life. So be prepared for a question like this. അതായത് ഈ ചാപ്റ്റർ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചാൽ മാത്രം കാര്യമില്ല, പിന്നെയോ നിങ്ങൾക്ക് സ്വന്തമായി സെൻറ്റൻസുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലാംഗ്വേജ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതിന് മെൻ്റലി പ്രിപ്പയർഡ് ആവാം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ എനിക്കത് ഇരുന്ന് എഴുതാനുള്ളൊരു കാലിബർ, എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഞാൻ നേരത്തെ എന്ത് ചെയ്യണം, ഉണ്ടാക്കി വെക്കണം. ഓക്കെ, റൈറ്റ്. 2019 സെക്കൻഡ് ടേം എക്സാമിൽ മറ്റൊരു ചോദ്യം, the young seagull's parents did not respond to his cries first. Why did they behave so? എന്തുകൊണ്ടാണ് യങ് സീഗളിൻ്റെ പാരൻസ് അവൻ്റെ ക്രൈക്ക് റെസ്പോൺസ് കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അവരങ്ങനെ ബിഹേവ് ചെയ്തത്? അപ്പോൾ കഥ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒരു കുഞ്ഞ് പാരഗ്രാഫ് എഴുതിയാൽ മതി. 2 മാർക്കിൻ്റെ ചോദ്യം വെച്ചാൽ ഒരു 4-5 സെൻറ്റൻസുകൾ എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. എന്നാൽ 2019 6 മാർക്കിൻ്റെ ചോദ്യം അതേ ചാപ്റ്ററിന് ചോദിച്ചു. The SSLC exam is nearing. Most of the students of your school lack the confidence, especially in appearing for the English examination. You, as the secretary of the English club, is asked to motivate your little brothers and sisters with a short motivation speech. So നിങ്ങളോട് ആ സ്പീച്ചിൻ്റെ മോട്ടിവേഷൻ സ്പീച്ചിൻ്റെ എന്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആ ചാപ്റ്റർ മുഴുവൻ പഠിച്ചാലും ഈ ക്വസ്റ്റൻ എഴുതണമെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് വേണം. നിങ്ങൾക്ക് സമാധാനമായിട്ട് ആലോചിച്ചിരുന്ന് നിങ്ങളുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ക്ഷമ വേണം. അപ്പോൾ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ട്രാക്ക് മനസ്സിലായല്ലോ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ വീഡിയോയിൽ ഇനിയും നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിലും നിങ്ങളെ ഞെട്ടിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ്. അടുത്ത് മുഴുവൻ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യട്ടോ, മുഴുവൻ ചോദ്യങ്ങളും. 2022 സെക്കൻഡ് ടേം എക്സാമിന് ചോദിച്ച ചോദ്യം,
എക്സെപ്റ്റ് തന്നിട്ട് 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഹൂ ഇസ് ദ ഹീ റെഫേർഡ് ഹിയർ, ദെൻ വിച്ച് വേർഡ് ഇൻ എക്സെപ്റ്റ് മോർ സ്യൂട്ടബിൾ ഫോർ ദ വേർഡ് ഗാർബേജ്. സോ നിങ്ങൾ വായിച്ചു നോക്കുക, ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഈ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, പക്ഷേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദെൻ 4 മാർക്കിന് പ്രിപ്പയർ എ ഷോർട്ട് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ യങ് സീഗൾ. യങ് സീഗളിൻ്റെ ഒരു ഷോർട്ട് ക്യാരക്ടർ സ്കെച്ച്. 10ാം ക്ലാസ്സിൽ പോയി 6 മാർക്കിന് ചോദിച്ചില്ല, 4 മാർക്ക്. സോ ആ കഥ അറിയുന്നത് നിങ്ങൾക്ക് അത് എഴുതാൻ വേണ്ടി പറ്റും. 2022 സെക്കൻഡ് ടേമിന് കഴിഞ്ഞിട്ടില്ല, വീണ്ടും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. The young seagull's mother was sad about her child's future in flying. Later, she motivated him to fly. Do you think that parents are the real force behind our achievement? Prepare a brief note on പാരൻറ്റിങ്. സോ ഇതുപോലത്തെ ഒരു ചോദ്യം നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എങ്ങനെയാണ് പാരൻസ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം. അത് വേറെ രീതിയിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ അങ്ങനെ ഒരു ചോദ്യത്തിന് നല്ല സാധ്യതയുണ്ട് എന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കാം. അടുത്തത്, യുവർ സ്കൂൾസ് ഹൈ സ്കൂൾ സെക്ഷൻ ഈസ് ഓർഗനൈസിംഗ് എ പെർട്ടിക്കുലർ മോട്ടിവേഷൻ ക്ലാസ് ഫോർ ദോസ് സ്റ്റുഡൻസ് ഹു വിൽ അറ്റൻഡ് the arriving SSLC public examination. You are getting a chance to speak on the occasion. Draft the speech to deliver on that occasion. വീണ്ടും അവിടെ മോട്ടിവേഷൻ സ്പീച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. 2023 കഴിഞ്ഞ സെക്കൻഡ് ടേം എക്സാമിന് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ ഒരു പാസേജ് തന്നു, ഒരു ചെറിയ എക്സെപ്റ്റ് തന്നു, അതൊന്ന് 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഓക്കെ ആണല്ലോ. സോ ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ 5 വർഷത്തിൽ ഏത് ചാപ്റ്റർ എന്ന് ചോദിച്ചത്, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് ചോദിച്ചത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററായ ഐ വിൽ ഫ്ലൈയിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് കഴിഞ്ഞ 5 വർഷം ചോദിച്ചതെന്ന് നോക്കാം. Is being unique the watchword in a successful person's life? Do you agree with APJ Abdul Kalam's use? Answer in a paragraph. So, being unique ഇതിനെ കുറിച്ച് ഒരു പാരഗ്രാഫ്. ഇത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എന്ത്, ബീയിങ് യുണീക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. 2018 സെക്കൻഡ് ടേമിന് അറ്റംപ്റ്റ് പ്രൊഫൈൽ ഓഫ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇത് 3 തവണ 3 തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റൻ ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രൊഫൈൽ ചോദിച്ചു, 3 വർഷം ചോദിച്ചു കഴിഞ്ഞ 5 വർഷത്തിൽ. അപ്പോൾ ഒന്ന് ഈ ചോദ്യം കൂടെ നോക്കിയിട്ട് പോവാം. ഇങ്ങനത്തെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായും ഇന്ന് വൈകുന്നേരത്തെ ലൈവ് കാണാൻ നിങ്ങൾ മറന്നു പോകരുത്. ആ ലൈവിലേക്കുള്ള നിങ്ങളുടെ എൻട്രി പാസ്സാണ് ഈ പറയുന്ന വീഡിയോ. ഓക്കെ, അടുത്തത് 2018 സെക്കൻഡ് ടേം എക്സാമിൽ മറ്റൊരു ചോദ്യം. You are asked to contribute an article to be published in Year School magazine about being successful and unique. വീണ്ടും being successful and unique in life, അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യുക. പക്ഷേ ഇവിടെ ചോദ്യം 8 മാർക്കിനാണ് എന്നെ മക്കൾ ഓർമ്മിച്ച് വെക്കുക. 8 മാർക്കിനാണ് ആ ചോദ്യം വരുന്നത്. ദെൻ 2019 സെക്കൻഡ് ടേം എക്സാമിൽ പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദ ടോപ്പിക് എവറി ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. യുണീക്ക്, ബീയിങ് യുണീക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. 8 മാർക്കിനാണ് ചോദ്യം. ഇനി വീണ്ടും പ്രൊഫൈൽ ഓഫ് APJ അബ്ദുൽ കലാം റിപ്പീറ്റഡ് ആണ് 2022 സെക്കൻഡ് ടേം എക്സാമിൽ. നോക്കണേ മക്കളെ. ഓക്കെ, റൈറ്റ്. 2022 സെക്കൻഡ് ടേം എക്സാമിൽ 6 മാർക്കിന് മറ്റൊരു ചോദ്യം. The young boy who asked the question to APJ Abdul Kalam was nervous. You would like to motivate him by saying the importance of getting confidence. The importance of getting confidence in life. Draft an email incorporating ideas of confidence building measures. General ആയിട്ടുള്ള ചോദ്യമാണ്. ആ ബോയ് ആരാണെന്ന് ചാപ്റ്റർ വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ ചോദ്യം ജനറൽ ആണ്. ഓക്കെ, പക്ഷേ ആ ചാപ്റ്ററിന്റെ ബേസ് വേണം. ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അടുത്തത് 2023 സെക്കൻഡ് ടേം എക്സാമിൽ ചോദിച്ച ചോദ്യം. Why does Dr. APJ Abdul Kalam say that no youth needs to fear about the future? Okay, സോ ഇത് ആദ്യത്തെ പാർട്ടിൽ, ആ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ടിൽ പറയുന്ന ഒരു ചോദ്യമാണ്. കുഞ്ഞു പാരഗ്രാഫ് എഴുതിയാൽ മതി. സോ അതും നമ്മൾ അടിപൊളിയായിട്ട് അടുത്ത ക്ലാസ്സിൽ ഈ ലൈവിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഇനി നിങ്ങളെല്ലാവരും പരീക്ഷയ്ക്ക് കുറച്ച് പേടിയോടെ കാണുന്ന, കുറച്ച് ക്യൂരിയോസിറ്റിയോടെ കാണുന്ന ഒരു ചാപ്റ്റർ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. എന്താണ് ആ ചാപ്റ്ററിലുള്ളത്? പക്ഷേ ആ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. I'll tell you why. നോക്കൂ, 2017 സെക്കൻഡ് ടേം എക്സാമിൽ അവരിൽ നിന്ന് ചോദിച്ചത്, ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചത്, the tracheotomy operation put an end to Stephen Hawking's scope for oral communication. However, Walt Wolters, a computer expert, sent him a program called Equalizer, which allowed Hawking to communicate using a screen. Imagine you're a news reporter assigned to cover this story. Write your news report in a paragraph. ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച്, ചാപ്റ്ററിനെ കുറിച്ച് നല്ല ധാരണ ഒരു കുട്ടിക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. ആ ചോദ്യം ചോദിച്ചു. ദെൻ അതേ വർഷം even while facing adversities in life, Stephen Hawking realizes that he has yet to do many worthwhile things. Write a paragraph highlighting his positive attitude and willpower. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്, വിൽ പവറിനെ കുറിച്ച്, irrespective of all the difficulties, how did he become the supernova of physics എന്നതിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് 5 മാർക്കിന് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2018 സെക്കൻഡ് ടേമിലേക്ക് വരികയാണ്. അവിടെയും ചോദ്യം വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് an app saying that fire is the test of God and adversity that of man. അല്ലേ?
ഗോൾഡിൻ്റെ ടെസ്റ്റാണ് ഫയർ ടെസ്റ്റ്, എന്നാൽ അഡ്വേഴ്സിറ്റി, ദുഷ്കരമായ ജീവിത സാഹചര്യങ്ങൾ ഒരു മനുഷ്യനെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളോട് എന്താ ചോദിച്ചത്? പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് എ സ്പീച്ച് യു വുഡ് ഡെലിവർ ഓൺ ദ ഒക്കേഷൻ ഓഫ് ദി കോമെമ്മറേഷൻ സെറിമണി ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ എന്താ പറയുക, കോമെമ്മറേഷൻ സെറിമണിയിൽ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന സ്പീച്ച്. ഓക്കെ, സോ എന്തായിരിക്കും ആ സ്പീച്ച്? സോ പറഞ്ഞു വന്നത് ഇതേ കാര്യം തന്നെയാണ്, പക്ഷെ അത് സ്പീച്ചായിട്ട് എഴുതണം എന്നേ ഉള്ളൂ. ഓക്കെ, 2022 സെക്കൻഡ് ടേം എക്സാമിന് ആ ചാപ്റ്ററിൽ നിന്നൊരു എക്സെപ്റ്റ് തന്നു. എന്നിട്ട് അതിൽ നിന്ന് 4 ചോദ്യങ്ങൾ ചോദിച്ചു. എത്ര ചോദ്യങ്ങൾ ചോദിച്ചു? 4 ചോദ്യങ്ങൾ ചോദിച്ചു. 2022 സെക്കൻഡ് ടേമിൽ വീണ്ടും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ 2022 4 മാർക്കാണെങ്കിൽ ഇവിടെ മൊത്തം 14 മാർക്കിന് ചോദ്യം വന്നു. ഓക്കെ, സോ ഞാൻ അവസാനം ഒരു കാര്യം കൂടെ പറയാം. ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾ ഇത്തവണ ഫോക്കസ് ചെയ്യണം എന്ന് കൂടെ ഞാൻ പറയാം. ഈ ചാപ്റ്റേഴ്സിന് ഇത്തവണ ചോദ്യങ്ങൾ വന്നു, എന്നാൽ കുറഞ്ഞ ചോദ്യങ്ങൾ വന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് നമ്മൾ ഇത്തവണ കൂടുതൽ ഫോക്കസ് ചെയ്യണം. നോക്കൂ, ജെയിൻ ഹോക്കിംഗ്, Stephen Hawking's wife, was a major helping hand to Stephen Hawking. She is arriving at your school to inaugurate a science fair. As the editor of your school, ask her 4 interview questions. അതായത് നിങ്ങൾക്ക് ജെയിൻ ഹോക്കിംഗ് ആരാന്നറിയണം, അത് നിങ്ങൾ ചാപ്റ്റർ വായിക്കണം. അതിന് ചാപ്റ്ററിനെ കുറിച്ചുള്ള തറോ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് നമ്മൾ ഇന്നത്തെ ലൈവിൽ തരും. സോ ആ ജെയിൻ ഹോക്കിങ്ങിനോട് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള 4 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ, നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത ചോദ്യങ്ങളൊക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്നത്. നമ്മൾ അതിന് വേണ്ടി തയ്യാറെടുക്കണം. അടുത്തത്, സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് എ സൂപ്പർനോവ ഓഫ് വേൾഡ് ഫിസിക്സ്. ഹി കെയിം ടു ദാറ്റ് ലെവൽ ബൈ ഓവർകമ്മിങ് ദ ക്രിപ്ലിംഗ് ഡിസീസ്. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ സ്റ്റീഫൻ ഹോക്കിംഗ്സ് ഡിസീസ് ആൻഡ് ഹിസ് നെവർ എൻഡിങ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ഇറ്റ്. ഓക്കെ, തീം സെയിം ആണ്. 2023 സെക്കൻഡ് ടേമിൽ, കഴിഞ്ഞ വർഷം, ഹൗ ഡിഡ് ഹോക്കിംഗ് ഓവർകം ദ ക്രിപ്ലിംഗ് ഡിസീസ്? പ്രിപ്പയർ എ റൈറ്റ് അപ്പ്. സെയിം ക്വസ്റ്റ്യൻ, ചോദ്യം ചെറിയ രീതിയിൽ ട്വീക്ക് ചെയ്തേ ഉള്ളൂ. ഇനി പ്രിപ്പയർ എ മോട്ടിവേഷണൽ സ്പീച്ച്. പ്രിപ്പയർ എ മോട്ടിവേഷണൽ സ്പീച്ച് ബേസ്ഡ് ഓൺ ദ ലെസൺ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഐ വിൽ ഫ്ലൈ, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിഥിങ് ആൻഡ് ഇഫ് പോയിന്റിംഗ് the messages and ideas you deliver from them. So this is 4 ചാപ്റ്ററും കൂടെ യോജിപ്പിച്ച്, ആദ്യത്തെ യൂണിറ്റിലെ 4 ചാപ്റ്ററും കൂടെ യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു സ്പീച്ച് എഴുതാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിൽ വെക്കണം. ഇനി നമുക്ക് ആൻഡൻ ഗാന്ധി കേമിലേക്ക് പോവാണ്. സാർ അതിനിടയ്ക്ക് ഇഫ് എന്ന് പറഞ്ഞ പോയിന്റ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, കഴിഞ്ഞ 5 വർഷത്തെ ക്രിസ്മസ് പരീക്ഷയിൽ ഒരു തവണ പോലും ഇഫ് എന്ന ചോദ്യം വന്നിട്ടില്ല. ഐ അബ്സല്യൂട്ട്ലി ഹാവ് നോ ഐഡിയ അബൌട്ട് ദാറ്റ്. പക്ഷേ ഇത്തവണ ഇഫ് എന്ന ചോദ്യം വരാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഗാന്ധി കെയിം, രണ്ടാമത്തെ യൂണിറ്റ് ചാപ്റ്ററിന് നിങ്ങൾക്ക് ഒരു വലിയ പാസേജ് തരുന്നു. എന്നിട്ട് ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ 9ാമത്തെ ചോദ്യം അതേ പരീക്ഷയിൽ 2027 സെക്കൻഡ് ടേമിലെ 9ാമത്തെ ചോദ്യം നോക്കി, റീഡ് ദ പാസേജ് ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 1. ഇത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഇവിടെ ജക്സ്റ്റാപോസ് ചെയ്ത് വെച്ചതാണ്. 1ാമത്തെ പാസേജ് വായിക്കുക, എന്നിട്ടോ നിങ്ങൾ അതിനെ റെഡ്യൂസ് ദ പാസേജ് ഇൻ ടു 1/3 ഓഫ് ഇറ്റ്സ് ലെങ്ത്. സോ ഇതിനെ പ്രസി റൈറ്റിംഗ് എന്നാണ് പറയുക. എന്താ പറയുക? പ്രസി റൈറ്റിംഗ് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം, നമ്മുടെ ലൈവിലും ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. സോ പ്രസി റൈറ്റിംഗ് 2017 മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് കഴിഞ്ഞ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത ചോദ്യമല്ല എന്നെ മക്കൾ മനസ്സിലാക്കുക. 2017 സെക്കൻഡ് ടേമിൽ എക്സാമിൽ മറ്റൊരു ചോദ്യം, വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ. ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്, എക്സോർട്സ് മഹാത്മാ ഗാന്ധി. Do the women in present day India enjoy freedom in real sense of the term? You are asked to make a speech on the topic in the school assembly. Prepare a script of the speech. നോക്കൂ, നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ സ്ത്രീകൾ ഫ്രീഡം എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നിങ്ങളൊരു സ്പീച്ച് തയ്യാറാക്കുക. സോ ഞാൻ പറഞ്ഞു വന്നത്, ആൻഡൻ ഗാന്ധി കേമിൽ ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചോദ്യം വരണോ എന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ആ ബേസ് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇനി 2018 സെക്കൻഡ് ടേമിൽ മറ്റൊരു ചോദ്യം, ഗാന്ധി സേസ് ഐ ഷാൽ വർക്ക് ഫോർ എൻ ഇന്ത്യ ഇൻ വിച്ച് ദ പുവറസ്റ്റ് ഷാൽ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദെയർ കൺട്രി ഇൻ ഹൂസ് മേക്കിംഗ് ദേ ഹാവ് എൻ എഫക്റ്റീവ് വോയിസ് ആൻഡ് ഇന്ത്യ ഇൻ വിച്ച് ദർ ഷാൽ ബി നോ ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ് ഓഫ് പീപ്പിൾ. വാട്ട് ഈസ് ദ പിക്ചർ ഓഫ് ഇന്ത്യ ഇൻ യുവർ ഡ്രീംസ്? വീണ്ടും നിങ്ങളുടെ സ്വപ്നത്തിലെ ഇന്ത്യയുടെ പിക്ചർ എന്താണ്? നിങ്ങളുടെ സ്വപ്നമാണ്, ഗാന്ധിയുടെ സ്വപ്നമല്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അടിച്ചു മാറ്റാം, പക്ഷെ നിങ്ങളുടെ സ്വപ്നമാണ് ചോദിച്ചത്. പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ദ ടോപ്പിക് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. തകർക്കൂല, എഴുതി തകർക്കില്ലേ, പക്ഷെ സമയം വേണം. ഓക്കെ, ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ പറയുന്നത് 8 മാർക്കിൻ്റെ ചോദ്യമാണ്. സോ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ ലൈവിൽ സംസാരിക്കാം. 2022 സെക്കൻഡ് ടേമിന് 14 മാർക്കിൻ്റെ ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നത്. Imagine you are the leader of NSS unit in your school. As part of Gandhi Jayanti celebration, NSS unit has decided to clean the Panchayat office compound. Draft a letter to Panchayat secretary seeking his permission to clean the compound. Basically ഇത് എന്താണ്, ചാപ്റ്റർ ഗാന്ധി എന്ന് വരുന്നുണ്ടെങ്കിലും ഇത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താ സാധനം? ഇത് ഫോർമൽ ലെറ്റർ ആണ്. അപ്പോൾ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഇന്നത്തെ ലൈവിൽ പഠിക്കും. സോ ഇങ്ങനത്തെ ചോദ്യമൊക്കെ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത്. സോ ഈ വീഡിയോയുടെ ഇൻറ്റൻഷനും അത് തന്നെയാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന പരീക്ഷ എന്താണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി തരിക. ദെൻ October 2 Gandhi Jayanti Day is celebrated as the International Day of Non-Violence. Globally, the rate of violence is increasing rapidly. Gandhi's Ahimsa philosophy can reduce the rate of violence. Prepare an essay on Gandhi's Ahimsa philosophy. So അവിടെ നിങ്ങൾക്ക് ഹിൻസ് തന്നിട്ടുണ്ട്. 8 മാർക്കിൻ്റെ വലിയ ചോദ്യമാണത്.
സോ നിങ്ങൾക്ക് നിന്ന് എഴുതാം അത്, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി മെൻ്റലി ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ആ ചാപ്റ്ററിൻ്റെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അതിന് അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും. ദെൻ 2023 സെക്കൻഡ് ടേമിൽ ഡിസ്ക്രൈബ് ദ ഇന്ത്യ ദാറ്റ് ഗാന്ധി ഡ്രീംഡ് ഓഫ്. ഓക്കെ, അത് നിങ്ങൾ ചാപ്റ്റർ തന്നെ പഠിക്കണം. അതിനെക്കുറിച്ചാണ് ചോദ്യം ചോദിച്ചത്. ഓക്കെ, റെഡി. അടുത്തത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. എന്തൊക്കെയാണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് ചോദിച്ചത്? മിസ്റ്റർ ഗുപ്ത വിസിറ്റ്സ് മാഗീസ് poor home and is deeply touched by the way the family lives. So Mr. Gupta മാഗിയുടെ വീട് സന്ദർശിക്കുന്നു, സങ്കടമാവുന്നു. ഹി ഡിസൈഡ്സ് ടു സെൻഡ് എൻ ഇമെയിൽ ടു ഹിസ് ഫ്രണ്ട് അബൌട്ട് ദ മിസറബിൾ ലൈഫ് ഓഫ് മാഗി ആൻഡ് ഹർ മദർ. സോ ആ ഇമെയിൽ, അതായത് മാഗിയുടെ എന്താ പറയുക, മദറിൻ്റെ മിസറബിൾ ലൈഫിനെ കുറിച്ച് മിസ്റ്റർ ഗുപ്ത തൻ്റെ ഫ്രണ്ടിന് ഒരു ഇമെയിൽ അയക്കുന്നു. സോ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ നന്നായി അറിഞ്ഞാൽ, തറവായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇമെയിലിൻ്റെ കോണ്ടന്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. 2017 ചോദിച്ച ചോദ്യമാണ്. ദെൻ 2017 ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ ആർ മെയ്ഡ് ബൈ മിസ്റ്റർ ഗുപ്ത ഇൻ വാരിയസ് സർക്കംസ്റ്റാൻസസ് ഇൻ ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. സോ ഇവിടെ 3 എന്താ പറയുക സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. ചോദ്യം എന്താ? പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ഗുപ്ത. മിസ്റ്റർ ഗുപ്തയുടെ ക്യാരക്ടർ സ്കെച്ച്. സോ ഓർമ്മിച്ച് വെക്കാം, മിസ്റ്റർ ഗുപ്തയുടെ ക്യാരക്ടർ സ്കെച്ച് 2017 ചോദിച്ചിട്ടുണ്ട്. 2018 അഡോളസൻസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പീരീഡ് ഓഫ് ഗേൾസ് ലൈഫ്. മാഗി ഇൻ ഹെർ ടീൻസ് ഹാസ് ടു ഷോൾഡർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഫാമിലി. അറ്റംപ്റ്റ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി. 2017 ഗുപ്തയുടെ ക്യാരക്ടർ സ്കെച്ച്, 2018 മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച്. 2019 മിസ്റ്റർ ഗുപ്ത ടോൾഡ് മിസ്സസ് ക്ലിഫോർഡ് ദാറ്റ് ഹെർ സൺ വാസ് അലൈവ് ആൻഡ് ആഡഡ് ദാറ്റ് ഹി വാസ് വെൽ. In fact, it was a lie. Why did he tell this lie? ടെക്സ്റ്റ് ബുക്ക് അറിഞ്ഞാലേ, ചാപ്റ്റർ അറിഞ്ഞാലേ ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 2022 നിങ്ങൾക്ക് ഇവിടെ 14 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 1, പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്. 1. ആ 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ ഡ്യൂറിങ് ടൂർ ടു പഞ്ചാബ് യു മെറ്റ് മിസ്റ്റർ ഗുപ്ത. നോക്കൂ എങ്ങനെയാണ് ഈ ചോദ്യം വരുന്നത്. നിങ്ങൾ പഞ്ചാബിലേക്കുള്ള ഒരു ടൂറിന് സമയത്ത് നിങ്ങൾ മിസ്റ്റർ ഗുപ്തയെ കാണുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. യു ഇൻക്വയർഡ് അബൌട്ട് ഫ്രാങ്ക്സ് ബറിയൽ പ്ലേസ്. നിങ്ങൾ ഫ്രാങ്കിൻ്റെ ബറിയൽ പ്ലേസിനെ കുറിച്ച് അന്വേഷിക്കുന്നു. സോ നിങ്ങളും മിസ്റ്റർ ഗുപ്തയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാൻ 4 മാർക്കിന്. അടുത്തത് മാഗി ഈസ് വർക്കിംഗ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോഴ്സ് ആൻഡ് ഏർണിംഗ് an insufficient salary. Seeing her pathetic condition, you would like to write a letter to the head of the civil service store department requesting him to increase the salary. Draft a letter, formal letter. എന്താണ് ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വെക്കണം. പല രീതിയിൽ ചോദ്യങ്ങൾ വരും, പക്ഷേ ഫോർമാറ്റ് അറിയാമെങ്കിൽ പ്രോസസ്സ് കുറച്ചുകൂടെ എളുപ്പമാണ്. 2023 ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ഗുപ്ത. 2017 ചോദിച്ചത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ദെൻ 12ാമത്തെ ചോദ്യം, കമന്റ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്, ടൈറ്റിലിൻ്റെ പ്രാധാന്യം. ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത് നമുക്ക് 2 പേർക്കും സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. അടുത്തത് ഡെത്ത് ലെവലറാണ്. എന്താണ് ഡെത്ത് ലെവലർ എന്ന് വന്ന ചോദ്യം? ഗിവൺ ബിലോ ആർ 3 കപ്ലെറ്റ്സ് ഫ്രം ദ പോയം ഡെത്ത് ലെവലർ. അല്ലേ, കപ്ലെറ്റ്സ് എന്ന് വെച്ചാൽ 2 വരി, ഗ്രൂപ്പ് ഓഫ് 2 ലൈൻസ്. ഓക്കെ, അപ്പോൾ കപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 കപ്ലെറ്റ്സ് എന്ന് വെച്ചാൽ 6 വരി. കമൻറ്റ് ഓൺ ദ ഐഡിയ കൺവേഡ് ഇൻ ദിസ് കപ്ലെറ്റ്സ്. അതായത് ഇത് 3 സ്ഥലത്ത് നിർത്തിയ Scepter and crown must tumble down 1ാമത്തെ സ്റ്റാൻസിയാണ്. Early or late they stoop to fate 2ാമത്തെ സ്റ്റാൻസിയാണ്. Your heads must come down 1ാമത്തെ സ്റ്റാൻസിയല്ല, 2 or 3 ആണ്. ഓക്കെ, സോ ഈ പറയുന്ന 3 കപ്ലെറ്റ്സിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നിങ്ങളോട് ഒരു കമൻറ്റ് ചെയ്യാൻ വേണ്ടി, ഓരോന്നിനെ കുറിച്ചും 2 or 3 സെൻറ്റൻസുകൾ കമൻറ്റ് ചെയ്യാൻ. സോ ആ പോയം ലൈൻ ബൈ ലൈൻ പഠിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അടിപൊളിയായിട്ട് പഠിക്കണം. അടുത്തത്, ഐഡൻറ്റിഫൈ ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് ലൈൻസ്. താഴെ തന്നിരിക്കുന്ന ലൈൻസിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ലൈൻ ബൈ ലൈൻ വായിക്കണം. നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് എല്ലാ വർഷവും ചോദ്യം വരുന്നുണ്ട് കേട്ടോ. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആർ ഫോളോ. സോ ഇവിടെ 4 വരി തന്നിട്ടുണ്ട്. 4 1 word ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പോയം കോംപ്രിഹെൻഷൻ ഒരു മസ്റ്റ് ക്വസ്റ്റൻ ആണ്, ഒരു മാൻഡേറ്ററി ക്വസ്റ്റൻ ആണ്. എന്നാൽ +1 നിർബന്ധമില്ല. ചില വർഷം കോംപ്രിഹെൻഷൻ ആയിരിക്കും, ചില വർഷം കമൻറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിരിക്കും, എന്തുമാവാം. 2022 സെക്കൻഡ് ടേമിൽ മറ്റൊരു ചോദ്യം. നിങ്ങൾ നോക്കി, ഒരേ ചാപ്റ്ററിന് വീണ്ടും പോകാനുള്ള ചോദ്യം വരികയാണ്. നിങ്ങൾക്ക് 4 വരികൾ തന്നു. ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട വരികളെന്ന് പറഞ്ഞ് പഠിപ്പിച്ച വരികളാണിത്. വീണ്ടും നമ്മൾ ഇന്നത്തെ ലൈവിൽ അത് അടിപൊളിയായിട്ട് പഠിക്കും. ഇലാബറേറ്റ് ഓൺ ദ ഐഡിയ കൺവേഡ് ഇൻ ദിസ് ലൈൻസ്. ഈ വരികളിൽ കൺവേ ചെയ്തിരിക്കുന്ന ഐഡിയ എന്താണ് എന്നുള്ളത്. വീണ്ടും 2023 ഒരു കോംപ്രിഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ നിന്ന് ഡെത്ത് ദ ലെവലർ എന്ന് വന്നത്. ദെൻ സൺറൈസ് ഓൺ ദ ഹിൽസ്. സൺറൈസ് ഓൺ ദ ഹിൽസിൽ 2017 കോംപ്രിഹെൻഷൻ ക്വസ്റ്റൻ ആണ് വന്നത്, അല്ലേ?
Sunrise on the Hills and answer the questions that follow. 2018 3 മാർക്കിന് ചോദിച്ച ചോദ്യം നോക്കി. നേച്ചർ ഈസ് എവർലാസ്റ്റിംഗ് സോഴ്സ് ഓഫ് കൺസൊലേഷൻ ഫോർ എ വറീഡ് മൈൻഡ്. അല്ല, ഒരു വറീഡ് മൈൻഡിന് എപ്പോഴും വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് പ്രകൃതി. ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് ദ ഹീലിംഗ് പവർ ഓഫ് നേച്ചർ? ഡിസ്ക്രൈബ് ബ്രീഫ്ലി. അതായത് നേച്ചർ നിങ്ങൾ എങ്ങനെയാണ് ഹീൽ ചെയ്യുന്നത്, സമാധാനിപ്പിക്കുന്നത്, അതിനെക്കുറിച്ച് 3 മാർക്കിന് ബ്രീഫായിട്ട് എഴുതാൻ വേണ്ടി. അതൊരു ജനറൽ ക്വസ്റ്റൻ ആണ്, പക്ഷേ സൺറൈസ് ഓൺ ദ ഹിൽസുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഞാനിവിടെ കൊടുക്കുന്നു. കണ്ടോ, ചോദ്യങ്ങളുടെ കിടപ്പ് മനസ്സിലാവും. നിങ്ങളുടെ കമൻസ് എനിക്ക് കാണണം. ഈ പണിയെടുത്തതിന്, ഇത്രയും കഷ്ടപ്പെട്ടതിന്, നിങ്ങൾ നാച്ചു സാറേ എന്ന് അത്രമേൽ സ്നേഹത്തോടെ വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് എന്ന് അറിയുന്നതുകൊണ്ടാണ് ഈ പണി മുഴുവൻ എടുക്കുന്നത്. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്നത്തെ ലൈവിലേക്ക് വരണം. അടിപൊളിയായി നമുക്ക് ഇതൊക്കെ ഇവിടെ പഠിക്കണം. അടുത്തത് 2019 സെക്കൻഡ് ടേം. ബ്രിങ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഫോളോയിങ് ലൈൻസ് ഓഫ് ദ പോയം സൺറൈസ് ഓൺ ദ ഹിൽസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഓക്കെ, ശരി. ഫോളോയിങ് ലൈൻസിന്റെ മീനിങ് സ്വന്തം വാക്കിൽ എഴുതാൻ എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇലാബറേറ്റ് ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ 4 മാർക്കിന് ചോദിച്ച ചോദ്യം. അതേ എക്സാമിൽ 22ാമത്തെ ചോദ്യം. ഇൻസ്പയർഡ് ബൈ ദ പോയം സൺറൈസ് ഓൺ ദ ഹിൽസ്, ഹാവ് യു വിസിറ്റഡ് വൺ ഓഫ് ദ പ്ലേസസ് നിയർ യുവർ ലൊക്കാലിറ്റി ഫേമസ് ഫോർ ഇറ്റ്സ് നേച്ചുറൽ ബ്യൂട്ടി? ബ്രീഫ്ലി ഷെയർ ദ എക്സ്പീരിയൻസ് വിത്ത് ഇംഗ്ലീഷ് ടീച്ചർ ത്രൂ ആൻ ഇമെയിൽ. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി, ഏതെങ്കിലും ഒരു സ്ഥലം വിസിറ്റ് ചെയ്തു, നിങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു സ്ഥലം. ഓക്കെ, സോ ആ എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങളുടെ ടീച്ചർ ഒരു മെയിൽ അയക്കുന്നു. ടീച്ചർ, യെസ്റ്റർഡേ ഐ വിസിറ്റഡ് ദിസ് പ്ലേസ് ആൻഡ് ഇറ്റ് വാസ് എൻ ഇവൻറ്റ്ഫുൾ ഡേ ആൻഡ് ഐ ഹാഡ് ദീസ് എക്സ്പീരിയൻസസ്, ഐ സോ ദാറ്റ് ആൻഡ് ഇറ്റ് വാസ് എ ക്വൈറ്റ് സർപ്രൈസിങ് സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4 മാർക്കിന് എഴുതണം. സോ ഇങ്ങനെയൊക്കെ ചോദ്യം വരുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ ആ ഹാങ് ഓവറൊക്കെ വിട്ട് നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരണം. 2019 കഴിഞ്ഞിട്ടില്ല. Children nowadays don't get enough chances to see nature and enjoy all its beauty. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പ്രകൃതിയെ കാണാനോ തൊട്ടറിയാനോ ഉള്ള സമയമൊന്നുമില്ല, സാഹചര്യമൊന്നുമില്ല. They are to be provided chances for visiting places immersed in natural beauty. പ്രകൃതി മനോഹരമായ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. Write a letter to the editor of the Hindu. വീണ്ടും ഫോർമൽ ലെറ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യൂസ് പേപ്പർ ഡിസ്കസിങ് യുവർ പോയിന്റ് ഓഫ് വ്യൂ അബൌട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. ഇത് സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലല്ല, പക്ഷെ അതുമായിട്ട് കണക്ട് ചെയ്തൊരു ചാപ്റ്ററാണ്. ജനറൽ ക്വസ്റ്റ്യൻ ആണ്. 2023 ചോദിച്ച ചോദ്യം. കമന്റ് ഓൺ ദ ഇമേജറി യൂസ് ഇൻ ദ പോയം സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ വായിക്കാതെ ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി നമ്മൾ ട്രിപ്പ് ഓഫ് ലേ ഹോർലേയിലേക്ക് വരികയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ട്രിപ്പ് ഓഫ് ലേ ഹോർലേയിൽ. ആദ്യം 2017 ചോദിച്ചത് prepare a short speech. നോക്കൂ, before the trip of Leh Horla begins, Captain Jovis addresses the crowd assembled there. അല്ലേ, ക്യാപ്റ്റൻ ജോവിസ് അടയുള്ള ആളുകൾ അഡ്രസ് ചെയ്യുന്നു. He tells them about the places they intend to fly over and also introduce his fellow travelers in the adventures. എവിടെയൊക്കെ കൂടിയാണ് അവർ പറക്കുന്നത്, കൂടെയുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം, അതിൻ്റെ ഡീറ്റെയിൽ സമ്മറി അറിയണം. എന്നൊരു ചോദ്യം. പ്രിപ്പയർ ദ ഷോർട്ട് സ്പീച്ച് ദാറ്റ് ക്യാപ്റ്റൻ ജോവിസ് മൈറ്റ് മേക്ക്. ക്യാപ്റ്റൻ ജോവിസ് നടത്താൻ സാധ്യതയുള്ള ആ ഷോർട്ട് സ്പീച്ച് എഴുതാൻ വേണ്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെയാണ്. അടുത്തത് 2018. It is necessary for Leh Horla to descend within a minute or two and Captain Jovis looks for a favorable landing. Imagine that he announces the imminent descent of the Leh Horla to the crew. Prepare an announcement of Captain Jovis. Captain Jovis announcement. ഇത് പെട്ടെന്ന് ലാൻഡ് ചെയ്യണം. സോ ക്രൂവിന് കൊടുക്കാനുള്ള ഒരു അനൗൺസ്മെന്റ്. അടുത്തത്. Travel is an experience which broadens the boundaries of knowledge. Have you got any such travel experiences which provide you both knowledge and entertainment? Narrate your travel experiences. അല്ലേ, നിങ്ങൾ പോയ ഏതെങ്കിലും സ്ഥലത്തെ കുറിച്ച് ഒരു ട്രാവൽ എക്സ്പീരിയൻസ്. ഇങ്ങനെയുള്ള ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ മിസ് ചെയ്ത് ഇങ്ങനെയുള്ള ചോദ്യത്തിന് വേണ്ടി മെന്റലി പ്രിപ്പയർ ചെയ്തിട്ട് നാളെ എക്സാം ഹാളിലേക്ക് പോവുള്ളൂ. നെക്സ്റ്റ് 2018 വീണ്ടും ചോദ്യം വന്നു. ഇത് ട്രിപ്പ് ഓഫ് ലേ ഹോർലെ അല്ല കേട്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജനറൽ ക്വസ്റ്റൻ ആണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരുപാട് പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. ഇമാജിൻ യുവർ സെൽഫ് ടു ബി എ ട്രാവൽ ഗൈഡ്. നിങ്ങളൊരു ട്രാവൽ ഗൈഡ് ആണെന്ന് വിചാരിക്കൂ. എ ഗ്രൂപ്പ് ഓഫ് ടൂറിസ്റ്റ് വിസിറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടൂറിസ്റ്റ് സ്പോട്ട്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി. ഹൗ വുഡ് യു വെൽക്കം ദം? നിങ്ങളുടെ ലൊക്കാലിറ്റിയിലെ ഒരു വളരെ പ്രശസ്തമായ ടൂറിസ്റ്റ് സ്പോട്ട് പുറത്തുനിന്ന് ആൾക്കാർ വിസിറ്റ് ചെയ്തു. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച് യു വുഡ് ഡെലിവർ ഇൻട്രൊഡ്യൂസിങ് ദ ടൂറിസ്റ്റ് സ്പോട്ട് ടു ദ വിസിറ്റേഴ്സ്. അല്ലേ, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് കോഴിക്കോട് ബീച്ച് എന്ന് വിചാരിക്കുക, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് ശാസ്താംകോട്ട കായൽ എന്ന് വിചാരിക്കുക, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് സൈലന്റ് വാലി എന്ന് വിചാരിക്കുക. സോ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക ആളുകളോട് ഡെലിവർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 2019 സെക്കൻഡ് ടേം എക്സാമിന് ചോദിച്ച ചോദ്യം. റിപ്പോർട്ട് ദിസ് നറേഷൻ ഇൻ ദ ട്രിപ്പ് ഓഫ് ലേ ഹോർല ഇൻ യുവർ ഓൺ വേർഡ്സ് ഫോർ എ ലോക്കൽ ന്യൂസ് പേപ്പർ. അതായത് ഈ നറേഷൻ നിങ്ങളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക, മാറ്റി എഴുതാൻ വേണ്ടി മാത്രം മതി. ഇങ്ങനത്തെ ചോദ്യം വന്നു. ദെൻ 2019 സെക്കൻഡ് ടേം എക്സാമിൽ ആസ് എ ടൂറിസ്റ്റ് ഗൈഡ് യു ഹാവ് ബീൻ ആസ്ക്ഡ് ടു ടേക്ക് എ ഗ്രൂപ്പ് ഓഫ് ഫോറിൻ ടൂറിസ്റ്റ് ടു എ ബീച്ച് നിയർ യുവർ ലൊക്കാലിറ്റി.
നിങ്ങളുടെ അടുത്തുള്ള വീടിനടുത്തുള്ള ഒരു ബീച്ചിലേക്ക് കൊണ്ടുപോയി ആൾക്കാരെ, ടൂറിസ്റ്റുകളെ. പ്രിപ്പയർ എ ഷോർട്ട് ഇൻട്രൊഡക്ടറി സ്പീച്ച്. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ, രണ്ടിലും ഒന്ന് എഴുതാൻ നിങ്ങൾക്ക്. അടുത്തത്, റൈറ്റ് എ ട്രാവൽ എസ്സേ അബൌട്ട് ഡിഫറെൻറ്റ് ട്രാവൽ എക്സ്പീരിയൻസ് യു ഹാഡ് ഇൻ യുവർ ലൈഫ്. Focus on the visual, auditory and kinesthetic images you had experienced in the travel. So travel experience കുറിച്ച് ഒരു ട്രാവൽ എസ്സേ എഴുതാൻ വേണ്ടി വീണ്ടും 8 മാർക്കിൻ്റെ ചോദ്യമാണ്. റൈറ്റ്, കഴിഞ്ഞിട്ടില്ല. അടുത്തത്, റൈറ്റ് എ ലൈവ് റിപ്പോർട്ട് ഓൺ ദി ലോഞ്ചിങ് ഓഫ് ലേഹോറിലെ. ലേഹോറിലെ ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് ലൈവ് റിപ്പോർട്ട്. അവിടെ നിങ്ങൾക്ക് കൃത്യമായി ചാപ്റ്റർ അറിഞ്ഞാലേ 6 മാർക്കിൻ്റെ ആ ലൈവ് റിപ്പോർട്ട് എഴുതാൻ പറ്റുള്ളൂ. സോ എങ്ങനെ ലൈവ് റിപ്പോർട്ട് എഴുതാം എന്നൊക്കെ ഇന്ന് നമ്മൾ ലൈവായി പഠിക്കും. Then, Gaide Maupassant decided to send Captain Jovis an email appreciating him for dynamic leadership in the Lehorla successful launching. Draft an email. Maupassant ക്യാപ്റ്റൻ ജോവിസിന് എന്ത് ചെയ്യുന്നു, ഒരു ഇമെയിൽ അയക്കുന്നു സക്സസ്ഫുൾ ലോഞ്ചിങ്ങിന് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്. സോ ആ ഇമെയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇപ്പോഴും ട്രാക്കിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ? യെസ്. ഇനി ഞാൻ ഈ പ്രോസസ്സിന് കുറച്ചുകൂടെ വേഗം കൂട്ടാൻ പോവുകയാണ്. ഓരോ ചാപ്റ്ററിലും വന്ന ചോദ്യങ്ങളെ ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകും. കാരണം നമുക്കിതൊക്കെ പഠിക്കണം. ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് ആദ്യത്തെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇത് പഠിക്കുക എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് 2017 ചോദിച്ചത് പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ആരെ ഇന്റർവ്യൂ ചെയ്യുന്നു? വൺ ഓഫ് ദ മെയ്ഡൻസ് ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിച്വൽ, അല്ലെ, ടേർട്ടിൽ റിച്വൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മെയ്ഡൻസിൽ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്നു. സോ നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാം. ദെൻ ഈ റിച്വലിനെ കുറിച്ചൊരു TV റിപ്പോർട്ട്, അതിനുവേണ്ടി ഒരു ഡ്രാഫ്റ്റ് ലൈവ് TV റിപ്പോർട്ട് ഓൺ ദി ഇവന്റ് ആണ് 2017 ചോദിച്ചത്. 2018 ഓക്കെ, യു പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓൺ ദി ഇൻസിഡന്റ് ടു ബി പബ്ലിഷ് ഇൻ ദ ഡെയിലി. വീണ്ടും ആ ടേർട്ടിൽ റിച്വലിനെ കുറിച്ചാണ് ലൈവ് റിപ്പോർട്ടും ന്യൂസ് റിപ്പോർട്ടും ഒക്കെ ചോദിക്കുന്നത്. 2019 നിങ്ങൾക്ക് ഇമാജിൻ ദാറ്റ് ദ മെൻ ഓഫ് Nabukelevu come to meet the women of Namuana and they engage in a debate for argument put forth by the men of Nabukelevu are given. Okay, so അവരുടെ ആർഗ്യുമെന്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? Now prepare 4 arguments in favor of women of Namuana. Okay, so അവിടെയും നിങ്ങൾക്ക് ചാപ്റ്ററിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ അത് പുള്ളി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വീണ്ടും 2019 ചോദിച്ചത് പ്രിപ്പയർ എ ബ്രീഫ് നറേഷൻ ഓഫ് ദ ഫിജിയൻ ലെജൻഡ് ആസ് ഇഫ് നറേറ്റഡ് ബൈ Tinai Koboga for the play. Then you are assigned to report the ritual turtle calling. So നിങ്ങളൊരു പ്രിപ്പയർ ലൈവ് TV റിപ്പോർട്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ക്വസ്റ്റ്യൻ. 2023 നിങ്ങളെ സ്റ്റോറി ആസ് എ ടൂറിസ്റ്റ് ഗൈഡ് യു ആർ സപ്പോസ് ടു നറേറ്റ് ദ സ്റ്റോറി ബിഹൈൻഡ് ദ ടേർട്ടിൽ കോളിംഗ് സെറിമണി ഇൻ കണ്ടാവു. സോ ടേർട്ടിൽ കോളിംഗ് സെറിമണിയുടെ പിറകിലുള്ള കഥയെ നിങ്ങൾ നറേറ്റ് ചെയ്യാൻ വേണ്ടി 6 മാർക്കിൻ്റെ ചോദ്യം 2023 ചോദിച്ചു. ഇനി ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാണ്. കാരണം ഈ പറയുന്ന 2017 ഫ്ലഡ്, 2018 ഡിസാസ്റ്റേഴ്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് ജനറൽ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. നോക്കൂ, ഇതൊരു ജനറൽ ചോദ്യമാണ്, നിങ്ങൾ വായിച്ചു പോവാം. ഇതും ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, കേരള ഫ്ലഡിനെ കുറിച്ചുള്ള. ദെൻ ഇവിടെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്നാൽ ഇവിടെ ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി. വീണ്ടും വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അഡ്വൈസ് കൊടുക്കാനാണ്. ഇനിയോ, you have witnessed so many natural disasters around you for the last 2 years. When this year this disaster revisited Kerala, you are totally helpless. You are so sad that you opened up your mind, sharing your fears and feelings about in your personal diary. Prepare the brief diary. Vindum general question ana. Then prepare a draft of letter to your friend from a fisherman community. Flood ne kurichulla oru letter ana, general ana. Prepare a seminar paper on ബ്രേവിംഗ് ദ ഹസാർഡ്സ് ആസ് കേരള മോഡൽ. വീണ്ടും ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രാക്ക് മാറുന്നുണ്ട്. റൈറ്റ് ആൻ ആർട്ടിക്കിൾ എക്സ്പ്ലെയിനിങ് ദ കോസസ് ആൻഡ് എഫക്റ്റ് ഓഫ് ദി ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ദീസ് ഡേയ്സ്. ഇത് ടെക്സ്റ്റ് ബുക്ക്, വളരെ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ചോദ്യമാണ്. നമ്മളത് പഠിക്കും. വീണ്ടും അടുത്ത ചാപ്റ്ററിലേക്ക് വരുന്നു. ദ സെറംഗ് ഓഫ് റാണ ഗഞ്ചി. ദ സെറംഗ് ഓഫ് റാണ ഗഞ്ചിൽ ഇവിടെ ചോദിച്ചത് പ്രിപ്പയർ റൈറ്റ് അപ്പോൺ ഹസൻസ് നോബിൾ ആൻഡ് ഹീറോയിക് ക്യാരക്ടർ എന്ന് വെച്ചാൽ ഹസന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടി. 2018 ചോദിച്ച ചോദ്യം, യു വുഡ് ലൈക്ക് ടു സെൻഡ് ഇമെയിൽ അബൌട്ട് ദിസ് തമിഴ്നാട്. ഓക്കെ, നോക്കൂ, ഹസൻ ഇസ് എ റിയൽ ഹീറോ ഓഫ് റാണ ഗഞ്ചി. ഹി ആക്ടഡ് സെൽഫ്ലെസ്ലി ഇൻ ദ മൊമെന്റ് ഓഫ് ക്രൈസിസ്. കേരള ഹാസ് വിറ്റ്നസ്ഡ് എ റെയർ ആക്ട്. നോക്കി, ഈ ചോദ്യം വളരെ ജനറൽ ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്ന് വായിച്ചു നോക്കുക. ഈ ചോദ്യം ഇനി റിപ്പീറ്റ് ചെയ്യില്ല, സാധ്യത വളരെ കുറവാണ്. ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇനി വീണ്ടും 2019 സെക്കൻഡ് ടേമിൽ പ്രിപ്പയർ റൈറ്റ് അപ്പ് അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് ഹസൻ. ഹസന്റെ ക്യാരക്ടർ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചാപ്റ്ററിൽ. 2023 സെക്കൻഡ് ടേമിൽ പ്രിപ്പയർ റൈറ്റ് അപ്പ് എന്താണ്? ദ സ്റ്റോറി ദ സെറംഗ് ഓഫ് റാണ ഗഞ്ചി ഹൈലൈറ്റ്സ് ദ ക്രൈം ഓഫ് ജഡ്ജിങ് എ പേഴ്സൺ ബേസ്ഡ് ഓൺ ഹിസ് അപ്പിയറൻസ്. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? ഇത് മിസ് ജോബ് സ്മിത്തും ഹസനും തമ്മിലുള്ള ഇൻസിഡന്റ് ആണ് പറയുന്നത്. സോ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ലൈവിൽ പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ കാണുക. റെക്ക് ഓഫ് ദ ടൈറ്റാനിക്കിലേക്ക് വരുവാണെങ്കിൽ പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ക്യാപ്റ്റൻ സ്മിത്ത്. നോക്കി, ഇതൊരു രസമുള്ള ചോദ്യമാണ്. ക്യാപ്റ്റൻ സ്മിത്തിന്റെ പ്രൊഫൈൽ എഴുതാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെയോ, ഈ തന്നിരിക്കുന്ന ലൈൻസ് തന്നിട്ട് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്.
ദെൻ ഐഡന്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് 4 മാർക്കിന് കോംപ്രിഹെൻഷൻ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ 2019 വീണ്ടും ക്യാപ്റ്റൻ എഡ്വേർഡ് ജെ സ്മിത്തിന്റെ എന്ത് ചോദിച്ചിട്ടുണ്ട്? പ്രൊഫൈൽ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്കിന്റെ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ലൈൻസ് എന്ത് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ നേരത്തെ തുടക്കത്തിൽ നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ 1ാമത്തെ ചാപ്റ്റർ മുതൽ 13ാമത്തെ ചാപ്റ്റർ വരെ മുഴുവൻ ചോദ്യങ്ങളും, അല്ലെ, കഴിഞ്ഞ 5 വർഷം വന്ന മുഴുവൻ ചോദ്യങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾ പഠിച്ചു. ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, എക്സാമിന് ഈ ആൻസേഴ്സ് എങ്ങനെ കൃത്യമായി കൺസ്ട്രക്ട് ചെയ്യുക എന്നുകൂടെ നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് തുടങ്ങുന്ന ഇംഗ്ലീഷിന്റെ പവർഫുൾ മെഗാ മാരത്തണിലേക്ക് നിങ്ങൾ വരിക. ഞങ്ങൾ മുഴുവൻ ടീം അവിടെ ഉണ്ടാവും, ഞാൻ അവിടെ ഉണ്ടാവും. സോ അവിടെ നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുക. സോ ഇത് ലൈവിലേക്കുള്ള നിങ്ങളുടെ എൻട്രി പാസ് ആണ്. സോ ഇഫ് യു ഹാവ് ഗോൺ ത്രൂ ദ വീഡിയോ thoroughly, ലൈവ് നിങ്ങൾക്കൊരു ഗോൾഡൻ മെമ്പർ ആയിരിക്കും. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് പീപ്പിൾ. താങ്ക് യു ഫോർ വാച്ചിങ്.